ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. മക്കളെ, ഏറ്റവും പുതിയ ചില വാർത്തകളിലേക്കാണ്. നിങ്ങൾക്ക് ആശ്വാസവും അതിലേറെ സന്തോഷവും നൽകുന്ന ചില അപ്ഡേറ്റുകളാണ് ഈ പ്ലസ് 2 റിസൾട്ട് നമ്മുടെ മുന്നിൽ എത്തി നിൽക്കുന്ന ഈ സമയത്ത് നിങ്ങളോട് പങ്കുവയ്ക്കുവാനുള്ളത്. നമ്മളെല്ലാവരും അറിഞ്ഞ പോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചതുപോലെ തന്നെ മെയ് 21-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങൾ എഴുതിയ നിങ്ങളുടെ പ്ലസ് 2 റിസൾട്ട്, അതെ, പലരും അഡ്മിഷനും ബാക്കി കാര്യങ്ങൾക്കും വേണ്ടി വളരെ ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്ന ആ പ്ലസ് 2 റിസൾട്ട് വരാൻ പോവുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു 3 അപ്ഡേറ്റ് ആണ് എത്തിക്കാനുള്ളത്. അതിലൊന്നാമത്തേത്, നിങ്ങൾ തന്നെ മനസ്സിലാക്കുക, മറ്റ് ബാച്ചുകളെ അപേക്ഷിച്ച് എത്രയേറെ പ്രതിസന്ധികളിലൂടെ അതിലേറെ വിഷമഘട്ടത്തിലൂടെ കടന്നുപോയൊരു ബാച്ചാണ് നിങ്ങളുടേത്. അത് ഇമ്പ്രൂവ്മെൻ്റ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ പ്ലസ് 2 പരീക്ഷാ സമയത്ത് കെമിസ്ട്രി, പ്രത്യേകിച്ച് സയൻസ് ബാച്ചിന്, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസ്, ജിയോഗ്രഫിയൊക്കെ ആകുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ ടഫാക്കിയത് നിങ്ങൾക്കുണ്ട്. അതിനുശേഷം നമ്മൾ വാല്യൂഷൻ ക്യാമ്പുകളുടെ അപ്ഡേറ്റ് ഓരോ വീഡിയോകളായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചതാണ്. എല്ലാം കഴിഞ്ഞ് ഇപ്പോഴിതാ റിസൾട്ടിൻ്റെ ഘട്ടം എത്തുമ്പോൾ നമുക്ക് വരുന്ന ഏറ്റവും പുതിയ വാർത്തകളനുസരിച്ച് നിങ്ങളുടെ വാല്യൂഷനും ടാബുലേഷനും എല്ലാം കഴിഞ്ഞു. ഇനി ഹയർ സെക്കൻഡറി ഡയറക്ടറിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മുടെ ആ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക്, ഹയർ സെക്കൻഡറി വെബ്സൈറ്റിലേക്ക്, റിസൾട്ട് പോർട്ടലിലേക്ക് അപ്ലോഡ് ചെയ്യുക എന്ന ഒരൊറ്റ കാര്യം മാത്രമാണ് ഇപ്പോൾ ബാക്കിയായിട്ടുള്ളത്. അത് പ്രഖ്യാപനത്തിന് പിന്നാലെ ആ പോർട്ടൽ ഓപ്പൺ ആകുകയും നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ റിസൾട്ടും സ്കൂൾ വൈസ് റിസൾട്ടും അറിയാൻ കഴിയുകയും ചെയ്യും. അപ്പോൾ ഇപ്പോൾ വരുന്ന വിദ്യാഭ്യാസ മേഖലയിലെ അധികൃതരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വാർത്തയനുസരിച്ച് കഴിഞ്ഞ വർഷത്തെ പ്ലസ് 2 വിജയ ശതമാനം 78.69 ആണ്. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത്തവണ വിജയ ശതമാനം കൂടുതലാണ് എന്ന വാർത്തകൾ വരുന്നുണ്ട്. അതായത് ഏകദേശം 80% വരുന്ന വാർത്തകളുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പറയാം, കൂടുതൽ വിദ്യാർത്ഥികൾ വിജയിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ പ്ലസ് 2 സേ എഴുതേണ്ട വിദ്യാർത്ഥികളുടെ എണ്ണം കുറയും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, A+കളുടെ എണ്ണവും ഇത്തവണ കൂടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ 100% കിട്ടുന്ന സ്കൂളുകൾക്കുള്ള എണ്ണം ഒരുപക്ഷെ കുറവായിരിക്കും എന്ന വാർത്തകളും വരുന്നുണ്ട്. എന്തായാലും നിങ്ങൾ എഴുതിയ വാർത്തകൾക്കുള്ള, അതായത് നിങ്ങൾ എഴുതിയ പരീക്ഷകൾക്കുള്ള റിസൾട്ട് തന്നെയായിരിക്കും, അർഹതപ്പെട്ട റിസൾട്ട് തന്നെയായിരിക്കും. നിങ്ങൾ വിചാരിക്കുന്ന പോലെ കെമിസ്ട്രിക്ക് കൂടുതൽ മാർക്ക് കുറയുകയോ നിങ്ങളെ തോൽപ്പിക്കുകയോ അങ്ങനെ ഒരു സിനാരിയോ ഒന്നും ഉണ്ടാവില്ല. എല്ലാവർക്കും നല്ല മാർക്കുകൾ തന്നെ കിട്ടട്ടെ എന്ന് തന്നെയാണ് ഞാനും ആശംസിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന മാർക്കുകൾ, നിങ്ങൾ എഴുതിയതിനനുസരിച്ചുള്ള മാർക്കുകൾ കിട്ടട്ടെ. അതിനുശേഷം റീവാല്യൂഷൻ, പ്ലസ് 2 സേ, അതുപോലെ ഒരുപാട് കാര്യങ്ങളുടെ അപ്ഡേറ്റുകൾ വരുന്നുണ്ട്. അതെല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് കൃത്യസമയങ്ങളിൽ ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഇത്തവണ കൂടുതൽ ആപ്പുകൾ നിങ്ങൾക്ക് അറിയുവാനുള്ള ഒരുപാട് സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് തന്നെ അതിനെ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. അത്തരത്തിലുള്ള അപ്ഡേറ്റുകളും ഞങ്ങൾ അറിയിക്കുന്നു. എന്തായാലും ഈ ഒരു അവസരത്തിൽ മെയ് 21-ന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ഗ്രേസ് മാർക്ക് നിങ്ങൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകും. അതുപോലെ തന്നെ മറ്റ് ചില കാര്യങ്ങൾ, ഇത് കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നത്. കീം, നീറ്റ് പോലുള്ള പരീക്ഷകൾ എഴുതിയവർക്ക് ഈ ഒരു മാർക്ക് കൂടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു അഡ്മിഷനിലേക്ക് എത്തുവാനുള്ള സാധ്യത കൂടിയുണ്ട്. കാത്തിരിക്കാം ഏറ്റവും പുതിയ വാർത്തകൾക്ക്.